അപ്പോൾ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ കുറച്ച് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ഒരു ബിഗ് സോറി. കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. കാരണം എനിക്ക് സ്കൂളിൽ കുറച്ച് പ്രോഗ്രാംസും അതുപോലെയൊക്കെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉച്ചമഹാകാളി ക്ഷേത്രം എന്ന ആ ക്ഷേത്രത്തിലെ പൂരം കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമേ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ ആനകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂന്ന് ആനകളായിരുന്നു കേട്ടോ ഗൈസ് മരത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് എപ്പോഴും ഇതുപോലെ പുറത്തത്തെ വീഡിയോസ്, അതായത് ഇങ്ങനെ പുറത്ത് പോകുന്നത് പൂരങ്ങളായിട്ടുള്ള വീഡിയോസ് മാത്രം ഇടുന്നത് എന്നുള്ളത്. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ റെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ വലിയ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പുറത്തത്തെ വീഡിയോസ് കൂടുതൽ ഇടുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ വേലകളൊക്കെ കാണാൻ വന്നുട്ടോ ഗൈസ്. ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞ് കാള പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ DJ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല സൂപ്പറായിട്ട് DJ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നല്ല അടിപൊളി കൊട്ടൊക്കെയായിരുന്നു ഗെയ്സ്. ഞാനും അശ്ശിയും അച്ഛനൊക്കെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിൻ്റെ ബേക്കിലായിട്ടായിരുന്നു കേട്ടോ ഗെയ്സ്. വിഷയങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗെയ്സ്. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗെയ്സ്. അപ്പോൾ നമ്മൾ പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വേഷങ്ങൾ കേട്ടോ. നല്ല ഭംഗിയുള്ള വേഷങ്ങളായിരുന്നു. പിന്നെ അതിൻ്റെ ബേക്കിൽ തന്നെ കുറേ DJs വരുന്നുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്ന DJ. ഈ DJയിൽ എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വേഷം ഉണ്ടായിരുന്നു. അതായത് നമ്മളീ അരി അടിക്കില്ലേ, അങ്ങനത്തെ ഒരു DJ. അത് ഡ്രം സെറ്റിലായിരുന്നു കേട്ടോ അവർ പാട്ട് വായിച്ചിട്ടുണ്ടായത്. ഇതും എനിക്ക് എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. അതായത് ഇതുവരെ പൂരത്തിന് പോയിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇത് ഭയങ്കര ഫണ്ണിയും ആൻഡ് എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിന് ശേഷം വന്നത് വലിയ കാളയായിരുന്നു കേട്ടോ. അതായത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ കാളേനെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. പിന്നെന്താ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത്. പിന്നെ ഇരുട്ടായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ വേറെ DJസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പൂരം കണ്ട് എൻജോയ് ചെയ്യൂ ഗൈസ്. അതുപോലെ തന്നെ ബേക്കിൽ വേറൊരു വേഷം ഉണ്ടായിരുന്നു കേട്ടോ, ഈ എന്താ പറയുക പൂമ്പാറ്റേൻ്റെ. അതും ഭയങ്കര രസമായിരുന്നു. ആശി പോയി കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബേക്കിലായിരുന്നു ഏറ്റവും വലിയ DJ വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ അടുത്ത് നിന്ന് ചെവിയും തലയും കേൾക്കാത്ത അവസ്ഥയായിരുന്നു ഗൈസ്. കുറച്ച് നേരത്തേക്ക് ചെവിയൊക്കെ അടഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ആ DJ ഒക്കെ കണ്ടു നോക്കൂ. പിന്നെ അതാ കുറേ വേഷങ്ങളും, അതായത് കുറേ വേലകളും ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ഒരു സീനാണ് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ്. നമ്മളവിടെ കുറച്ച് നേരം നിന്നു പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഒരു വൈബല്ലേ. നമ്മളിപ്പോൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ പോലെയൊക്കെയല്ലേ പൂരം. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നതിൻ്റെ ഒരു വിശ്വാസം ഗൈസ് നമ്മൾ മറക്കും ശരിക്കും അല്ലേ. അപ്പോൾ പിന്നെ അടുത്തായിട്ട് പിന്നെയും DJ പോകുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എല്ലാ വേലകളും അമ്പലത്തേക്ക് വന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ ഇത് കാണിക്കാൻ പോകണം. അപ്പോൾ നിങ്ങളെല്ലാവരും വേല കാണാട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലത്തെ പൂരമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത്രയാണ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.